ആ അപ്പോൾ നാദർശക്കൻ്റെ പടം കണ്ടോ നിഷ ചേച്ചി? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എന്താ വിഷയം പറയുന്നതിനെ പറ്റി? അതിന് നമ്മുടെ മുബിൻ റാഫിയും നമ്മുടെ സഞ്ജനയും അഭിനയിക്കുന്ന എന്താ റോളാണ് ചെയ്യുന്നത് നായകനും നായികയും? നായകൻ്റെ ക്യാരക്ടർ പറയാമോ? നായകൻ എന്താ വർക്കാണ് ചെയ്യുന്നത് സിനിമയിനകത്ത്? നായകനായിട്ടുള്ള ചെറുപ്പക്കാരനല്ലോ, ടാക്സി ഓടിക്കുന്നുള്ളൂ. ആ പുള്ളി എന്താ ചെയ്യണം? മുബിൻ റാഫി അതേപോലെ പോലീസുകാരെ സഹായിക്കുന്ന ഒരാളായിട്ടാണ് വരുന്നത്. പക്ഷെ ആദ്യമേ വരുന്ന ഒരു വേറൊരു ലെവലിലാണെങ്കിലും ലാസ്റ്റ് നമുക്ക് അങ്ങനെയാണ്. ഇത് കൊച്ചി കേന്ദ്രീകരിച്ച കഥയല്ലേ? ഫോർട്ട് കൊച്ചിയൊക്കെ കാണിക്കുന്നുണ്ട്. നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ സെക്കൻഡ് ഹീറോ ആയിട്ട് നമ്മുടെ അർജുന അശോകൻ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയുണ്ട്? അർജുന അശോകനൊക്കെ നല്ല രീതിയിലാണ് വരുന്നത്. ഒരു അർജുന അശോകൻ കുറേ കാലത്തിന് ശേഷം ഒരു പോലീസ് വേഷം ചെയ്തിരിക്കുന്നത്. പോലീസ് വേഷം എങ്ങനെയുണ്ട്? പോലീസ് വേഷത്തിൽ അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തത്. ഇതിൽ റൊമാൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സീക്വൻസ് ചെറിയ ചെറിയ ഇതിൽ നായകൻ്റെ വീഡിയോ സോങ് ഒക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ട്? റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോ സോങ് ഒക്കെ പുതുമ തോന്നിയിട്ടുണ്ടോ നാദർശിക്കാൻ പടത്തിൽ? പിന്നെ ഇതിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? പിന്നെ അലിൻ ജോസിന്റെ അഭിനയം എങ്ങനെയുണ്ട്? ഒരു സീനിൽ വന്നിട്ടുണ്ടെങ്കിലും അഭിനയം എങ്ങനെയുണ്ട്? ആരുടെയാണ്? ആരുടെ? ആ നല്ല അഭിനയിച്ചിട്ടുണ്ടല്ലേ? നല്ല ഒരു സീനാളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടല്ലേ? എക്സ്പ്രഷനൊക്കെ നല്ലതാണല്ലേ അലിൻ ജോസിന്റെ? അപ്പോൾ ഇതിൽ തിരക്കഥകത്ത് റാഫി സാറ് തിരക്കഥ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയാനുണ്ട് ഉസ്താദ് എന്ന ക്യാരക്ടർ, ഈ നായകൻ്റെ അച്ഛനായിട്ടുള്ള? ഓക്കെ, ഇത് കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയുക അവസാനമായിട്ട്? പ്രേക്ഷകരോട് ഇത് തിയേറ്ററിൽ പോയി ഇതിൻ്റെ കാണേണ്ട സിനിമയല്ലേ? ഇത് കൊച്ചിക്കാരുടെ കഥ ആയതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് മസ്റ്റ് കാണേണ്ട സിനിമയല്ലേ? ആണല്ലേ? ഇപ്പം എല്ലാ ഫോറിൻ കൺട്രിയിലുള്ളവരും കാണേണ്ട സിനിമയല്ലേ? ഓക്കെ, താങ്ക് യു.